എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്ന് കണ്ട രണ്ടാമത്തെ സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ആലപ്പുഴ ജിംഖാന ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ഒരു കൂട്ടം യുവതാരങ്ങളെ നിർത്തി എടുത്ത ഒരു സ്പോർട്സ് മൂവി. ഈ ബോക്സിംഗ് പ്രമേയമായി വരുന്ന ഒരു സ്പോർട്സ് മൂവിയാണ് ആലപ്പുഴ ജിംഖാന. സ്പോർട്സ് മാത്രമല്ല, ഒരു ഹൈലി എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു രസമുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു 100% തൃപ്തി തന്ന ഒരു സിനിമാറ്റിക്, ഒരു ഫാന്റസി, ഒരു എന്റർടൈനർ, ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന് തന്നെ പറയാം, ഒരു ഫണ്ണി എന്റർടൈനർ എന്ന് തന്നെ പറയാം. തുടങ്ങുന്ന മുതൽ അവസാനം വരെ തിയേറ്ററിൽ കയറി ഇരുന്നു, അതിന്റെ അകത്തങ്ങ് കയറി ശരിക്കും കണ്ട് തൃപ്തിയാകുന്നതിന് മുമ്പ് തന്നെ സിനിമ തീർന്നു പോയി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത്ര ഹൈലി എൻജോയബിൾ ആയിരുന്നു ആ സിനിമ. അത് എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ല. അതിന്റെ ക്യാമറ ആയാലും മറ്റ് ടെക്നിക്കൽ കാര്യങ്ങളായാലും പെർഫോമൻസ് ആയാലും ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ആ സിനിമ നമ്മളെ മൊത്തത്തിൽ അതിന്റെ അകത്തേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ കൂടെ അങ്ങനെ ഒഴുകി അങ്ങ് പോവുകയാണ്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല സ്പീഡാണ് സിനിമ. ഓരോ കഥാപാത്രങ്ങളും കിടു പെർഫോമൻസ് ആണ്. നമ്മളെ നസ്ലീൻ ആണ് അതിലെ മെയിൻ കഥാപാത്രം. അദ്ദേഹം ഒരു കൊച്ചു പയ്യൻ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും പ്രൈമറിയിലൊക്കെ നമുക്കൊരു പയ്യനായിട്ട് തോന്നുമായിരിക്കാം. അടുത്ത സ്റ്റെപ്പിൽ ഒരു യുവനടൻ എന്നുള്ള ഒരവസ്ഥയിലേക്കുള്ള ആ ട്രാൻസിഷൻ നമുക്ക് ഈ സിനിമയിൽ കറക്റ്റ് ആയിട്ട് കാണാം. പിന്നെ നമ്മളെ ഗണപതി ഉണ്ട്, പിന്നെ നമ്മളെ ലുക്മാൻ എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. ഇവരൊക്കെ ഉണ്ട്. ആരൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, ഏത് പ്രായക്കാർക്കും തിയേറ്ററിൽ പോയിരുന്നാൽ പൂർണ്ണമായും തൃപ്തി തരുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ. അത് 100% ഗ്യാരണ്ടി തരാം. ഏത് പ്രായക്കാർക്കും ഒരു രീതിയിലും ബോറടിക്കാത്ത രീതിയിലാണ് പടം പോകുന്നത്. പയ്യന്മാരുടെ പടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഡബിൾ മീനിങ് കോമഡികളോ മോശമായ കുടുംബസമേതം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഡയലോഗുകളോ രംഗങ്ങളോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ന്യൂജൻ പടമാണ് എങ്കിൽ പോലും ഒരു സ്പോർട്സ് മൂവി, കംപ്ലീറ്റ് സ്പോർട്സ് മൂവിയാണ്. പടം തുടങ്ങി കുറച്ച് ഫണ്ണി എലമെന്റ്സിലൂടെ പടം ഇങ്ങനെ കയറി ബോക്സിംഗിലേക്ക് പയ്യന്മാര് കയറുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഇന്റർവ്യൂ കഴിഞ്ഞ് മുഴുവൻ ചാമ്പ്യൻഷിപ്പാണ്. ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ്. ഈ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റണ്ട് സീൻസ് ഒക്കെ ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നടന്മാരാണ് പെർഫോം ചെയ്യുന്നെങ്കിൽ പോലും ഇടിക്കിടി, ചവിട്ടിന് ചവിട്ട്, അതിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ഫൈറ്റ് സീൻസിന്റെ ഒരു മയം, ഒരു പൂരമാണ്. സെക്കൻഡ് ഹാഫ് മുതൽ എൻഡ് വരെ ഫൈറ്റിന്റെ ഒരു പൂരം. പക്ഷേ എനിക്ക് സിനിമ കണ്ട് തൃപ്തിയാകുന്നതിന് മുമ്പ് സിനിമ തീർന്നു എന്ന് പറഞ്ഞ ഒരവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ കണ്ട് നല്ല ത്രില്ലടിച്ച് വരികയായിരുന്നു, നല്ല എന്റർടൈനിങ് ആയിട്ട് രസിച്ച് വരികയായിരുന്നു. പെട്ടെന്നായിരുന്നു സിനിമ തീർന്നു എന്ന് ഒരു ഇത് കണ്ടത്. ഫിലിം ബൈ ഖാലിദ് റഹ്മാൻ എന്ന് കണ്ടപ്പോ ഞാൻ ഞെട്ടി. ഞാൻ അയ്യോ, സിനിമ തീർന്നോ, ഇത്ര പെട്ടെന്ന് തീർന്നോയോ? അതിന്റെ അർത്ഥം അത്രത്തോളം ഞാൻ എൻജോയ് ചെയ്തു എന്നാണ്. സത്യമായിട്ട് പറയാം, കണ്ണും പൂട്ടി സിനിമ കാണാൻ, എൻജോയ് ചെയ്യാൻ സിനിമ കാണാൻ പോകുന്നെങ്കിൽ ധൈര്യമായിട്ട് പോകാം. ഞാൻ എടുത്തു പറയാൻ ഒന്നുമില്ല. ക്യാമറയോ BGM ഹൈ ക്വാളിറ്റി സാധനമാണ്. തുടക്കം മുതൽ അവസാനം വരെ ക്യാമറ ആയാലും മ്യൂസിക് ആയാലും എല്ലാ തരത്തിലും, പാട്ടുകളായാലും BGM ആയാലും പിന്നെ ഫൈറ്റ് സീൻസ് ആയാലും പിന്നെ യുവന്മാരുടെ പെർഫോമൻസ് ആയാലും എല്ലാം പക്ക അടിപൊളി. എല്ലാവരും പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞ് ഈ മറ്റേ ആളെ പറ്റിക്കുന്ന പരിപാടിയൊന്നുമല്ല. പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സ്പോർട്സിനും തന്നെയാണ്, ബോക്സിങ്ങിന് തന്നെയാണ്. അല്ലാതെ പ്രേമത്തിനൊന്നും പ്രാധാന്യമല്ല. കഥാപാത്രങ്ങളെല്ലാം അടിപൊളി. പിന്നെ നസ്ലീൻ കിടു, ബാക്കി എല്ലാവരും കിടു, ലുക്മാൻ കിടു. പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, 100% എന്റർടൈനർ. കൊടുത്ത കാശ് മുതലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന.